ഏവർക്കും ട്രൂ റിയൽ എസ്റ്റേറ്റ് അഡ്വൈസറിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി നോം എന്തേലും കഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, അല്ല എങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കാണുക. മനസ്സേ എത്രയാണാവോ വന്നിരിക്കുന്ന ലാസ്റ്റത്തെ ബില്ല്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലുലുവിൽ ഇമാജിൻ സ്റ്റോഴ്സിലാണ്. ആപ്പിളിൻ്റെ ഡയറക്റ്റ് ഒരു 4.5 ലക്ഷം രൂപയുടെ അടുത്തുള്ള ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്കായിട്ട് മേടിക്കാൻ വന്നിരിക്കുകയാണ്. മാക്ബുക്ക് പ്രോ കേട്ടോ. അതിലുള്ളതിൽ ഏറ്റവും ലൈറ്റ്നിങ് ഫാസ്റ്റ് ആയിട്ടുള്ള, ബിക്കോസ് അറിയാലോ നമ്മളുടെ വീഡിയോസ് കുറച്ചും കൂടി ക്വാളിറ്റി വരുത്തണം ചാനലിൽ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഏകദേശം 1 ലക്ഷം രൂപ തൊട്ടുള്ള മാക്ബുക്കുകൾ ലഭ്യമാണ്. സോ ഇവിടെ ആളെ എങ്ങനെയൊക്കെ പരിചയപ്പെടുത്താമെന്നുള്ള ആളെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം തന്നെ ബാക്കിയുള്ള വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പം 4 ലക്ഷം രൂപയുടെ നമ്മുടെ മാക്കിൻ്റെ ലാപ്പ് അല്ലെങ്കിൽ മാക്ബുക്ക്, അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ, അൺബോക്സിങ്, അങ്ങനെയുള്ളതെല്ലാം ഇതാ വരുന്നു. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി അനസിനെ വന്ന് കാണുക. ആപ്പിൾ ഇമാജിൻ സ്റ്റോറിൽ വന്നിട്ട് ലുലുവിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് കാണുക. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് ലാസ്റ്റ് നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ പ്രൈസും കൂടി ഞാൻ എക്സാക്ട് എത്ര വന്നു, അതിൻ്റെ എന്തെല്ലാം ഡിസ്കൗണ്ട്സ് കിട്ടും, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ എല്ലാ പ്രോഡക്റ്റ്സ് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് കിട്ടുന്നുണ്ട്. ഇത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെഷീനാണ്. വാട്ട് ഐ എം ഗോണ പർച്ചേസ് ഇറ്റ് ഫോർ യു. അപ്പോൾ കൂടുതൽ ലൈക്സ് ഷെയർസ് എല്ലാം തന്ന് ബിസിനസ് തന്നെ കേട്ടോ, ഇല്ലെങ്കിൽ പിള്ളേരുടെ കുടുക്ക പൊട്ടിക്കേണ്ടി വരും. അതൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഡിസ്കൗണ്ട് തന്നത്. സോ അപ്പോൾ അനസ് വിൽ ജസ്റ്റ് ബാക്കി അടിച്ച് തകർക്കുക. സോ നമ്മളുടെ 16 ഇഞ്ച് മാക് പ്ലസ് പ്രോ മാക്ബുക്ക് പ്രോ വില എത്രയായിരുന്നു? 4 ലക്ഷം രൂപ. അപ്പോൾ അതൊന്ന് പുള്ളി അൺബോക്സ് ചെയ്യാൻ പോവാണ്. വിൽ ജസ്റ്റ് യു ക്യാൻ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. 4 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ്. ഞാൻ ചെറുത് ചോദിച്ചാട്ടോ വിളിച്ചത്, പക്ഷേ ഈ പുള്ളി എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ്. കാരണം നമ്മുടെ വ്യൂവേഴ്സിന് തരുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ക്ലാരിറ്റി മാക്സിമം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഐഫോണിൽ നോക്കി, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പം ഈ ഒരു സാധനം മേടിക്കുന്നത്. സോ ദാറ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. അപ്പം ഇത് ബോക്സാണ്, ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല. യു ക്യാൻ ഡു ഇറ്റ്. ഇതിൻ്റെ സീൽ എങ്ങനെയാണ് പൊട്ടിക്കുന്നത്? 2 സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്താലും ഇങ്ങനെ തന്നെയല്ലേ വരുള്ളൂ? സെയിം തന്നെ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഞാൻ ചെയ്തോട്ടെ? യു ക്യാൻ ഡു ഇറ്റ്. യു ആർ ഓത്തറൈസ്ഡ് ഫോർ ദിസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വേറെ എങ്ങുമല്ല, നമ്മളുടെ ഐഫോൺ ഷോറൂമിലാണ്, ലുലുവിൻ്റെ അകത്ത് ഫസ്റ്റ് ഫ്ലോർ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് പല കോസ്റ്റിലുള്ളതുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയിലാണ്? സ്റ്റാർട്ടിങ് വരുന്നത് 99,900. 99,900 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപ. ഇതിലുള്ളതിൽ ഏറ്റവും ഇടിവെട്ട് സാധനമാണ് കേട്ടോ. ഏറ്റവും പുതിയ പ്രോസസ്സർ ഏതായിരുന്നു? M3 Max 48 GB RAM 1 TB SSD സ്റ്റോറേജ്. അപ്പോൾ ഈ സാധനം പറക്കും. ഓക്കെ, മാക്ബുക്ക് പ്രോ ഒരു ശരി ലേബലൊക്കെ ഉണ്ട്. ശരി, ഇത് മെറ്റാലിക് ബ്ലാക്ക് കളർ അല്ലേ? സ്പേസ് ബ്ലാക്ക്. ഓക്കെ ഫൈൻ, സ്പേസ് ബ്ലാക്ക്. ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത്, ഇതിൻ്റെ കൂടെ നോക്കട്ടെ, ആപ്പിളിൻ്റെ ആ ലോഗോയിൽ തന്നെ കാണുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെ കൂടെ ഒരു 140 വാട്ട്സിൻ്റെ അഡാപ്റ്റർ ഉണ്ട്, USB-C അഡാപ്റ്റർ. പിന്നെ USB-C to Max F3 ചാർജിങ് കേബിൾ. ശരി, അപ്പോൾ ഇതിന് പണ്ടത്തെ പോലെ ലൈറ്റിംഗ് കേബിൾസ് അല്ല? ഇല്ല, മാക്കിന് ലൈറ്റിംഗ് കേബിൾസ് അല്ല വരുന്നത്. പണ്ട് മാക്സ് എഫ് കേബിൾസ് വന്നുകൊണ്ടിരുന്നത് ഇതുപോലത്തെ ഉണ്ടല്ലോ. ശരി, പണ്ട് ഈ കേബിൾ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് ചേഞ്ച് ചെയ്തിട്ട് USB-C ആക്കി, പിന്നെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ മാക്സ് F3 ആക്കി. ഓക്കെ ഫൈൻ. ഇതിനിപ്പം നമ്മൾ അടുത്തത് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ. ചാർജിങ് എത്ര നേരം നമ്മൾ ഇടണം സാധാരണ? ഏറ്റവും ഹയസ്റ്റ് ബാറ്ററി കപ്പാസിറ്റി ഉള്ള മോഡലാണ് 16 ഇഞ്ച് 21 hours. ഓക്കെ, ഓപ്പൺ ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒരു കൈയടിച്ചിട്ട് നല്ലൊരു തംസപ്പ് തരിക. ഒരു കമൻറ്റ് ഇടണമെങ്കിൽ ഇട്ടോ, കാരണം 4 ലക്ഷത്തിന് മേളിൽ വിലയുള്ള ഒരു സംഭവമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മേടിച്ചത്. അപ്പോൾ ബിസിനസ് വന്നില്ലെങ്കിൽ എല്ലാത്തിനും കൂമ്പിനിട്ട് കുനിച്ചു കൊടുത്ത് ഇടിക്കും. ഹലോ വന്നു, ഹലോ പറഞ്ഞു. ചൈനീസ് വേർഷൻ. ചൈനീസ് ആണോ? അല്ല, എല്ലാ ലാംഗ്വേജസും ഉണ്ടാവും. ഓക്കെ. എല്ലാ ലാംഗ്വേജസും പറയും. മലയാളം ഉണ്ടോ? മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓലയോ? ഓക്കെ, ഇനി ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ്, പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ടച്ച്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യ കൊടുക്കും. ഇതിൻ്റെ ഇന്ത്യ
എന്തൊക്കെയോ ആപ്പിളും വെച്ച് പറയുന്നുണ്ടല്ലോ. ഇന്ത്യ സെലക്ട് ചെയ്ത് ലാംഗ്വേജ് ഡിഫോൾട്ട് ആയിട്ട് ഓക്കെ വന്നു. ആക്സസിബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ആക്സസിബിലിറ്റി മീൻസ് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ കണ്ണിന് കാഴ്ചശക്തി കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേൾവി ശക്തി കുറവുണ്ടെങ്കിൽ ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല, ഡിസബിലിറ്റീസ് ഇപ്പോൾ നിലവിൽ ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്തത് പിന്നെ വൈഫൈ കണക്ട് ചെയ്യണം. സ്റ്റോർ വൈഫൈ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ എവിടെയാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ കണക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ നിയർ ബൈ ഉള്ള വൈഫൈ. ശരി, ഞാനൊന്ന് വട്ടമിട്ട് കറക്കി കാണിച്ചു തരാതെ ഏതാണ് സ്റ്റോർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഏത് പ്രൊഡക്റ്റ് വേണേലും നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാം. ഇത് നല്ല തകർപ്പനായിട്ടുള്ള സ്റ്റീരിയോ സെറ്റോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. കണ്ടാൽ ഇച്ചിരി പഴക്കം തോന്നും, പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ പെർഫോമൻസ് ഇറ്റ്സ് എക്സ്ട്രീംലി ഗുഡ്. പിന്നെ പറഞ്ഞ പോലെ അനസിനെ വന്ന് കാണുക. അനസിൻ്റെ കോൺടാക്ട് നമ്പർ ഐ വിൽ ബി ഡയറക്ട്ലി ഗിവിങ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻസ്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അനസിനോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം 1 ലക്ഷം തൊട്ട് ഇതിൻ്റെ മേളിലുള്ളതും ഉണ്ട് കേട്ടോ. ഇത് 4 രൂപയ്ക്ക് ഒരു തരത്തിലുള്ള ബാർഗെയിനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളി എനിക്ക് തന്നത്. പിന്നെ സ്റ്റുഡൻറ്റ്, ഇപ്പോൾ ചിലർക്കൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങളൊരു ഫാക്കൽറ്റി ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണ്, ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് അല്ലേ, 12th കഴിഞ്ഞിട്ടുള്ള ആർക്ക് വേണേലും അതിലൊരു 6% വരെ എന്തോ ഡിസ്കൗണ്ട് ആപ്പിൾ തരുന്നുണ്ട്. ബിക്കോസ് എന്താ പറയുക, നമുക്ക് പിള്ളേർക്ക് പഠിക്കാനായിട്ട് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ലാബ്സ് വേണം എന്നുണ്ടെങ്കിൽ ആപ്പിൾ ഈസ് ആക്ച്വലി ഗിവിങ് ദാറ്റ് ഫെസിലിറ്റി ഓൾസോ. അതല്ല, ഇഫ് യു ആർ ലൈക്ക് വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ട് കിട്ടുകയില്ല. പിന്നെ നിങ്ങളുടെ പിള്ളേർ അങ്ങനെ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് യു ക്യാൻ ഗെറ്റ് ഇറ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ എപ്പോഴും നമ്മളൊരു ആപ്പിൾ കെയർ 3 ഇയേഴ്സ് ഒരു ആപ്പിൾ കെയർ പ്ലസ് എന്നുള്ള 3 ഇയേഴ്സ് ഡാമേജ് പ്രൊട്ടക്ഷൻ എടുക്കുന്നത് നല്ലതാണ്. അതിന് ഇപ്പോൾ ഈ പ്രോഡക്റ്റിന് ഏകദേശം 37,000 വരുന്നുണ്ട്. അതല്ല, ഇപ്പം ഐഫോണിൻ്റെ ഏത് പ്രോഡക്റ്റ്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ആപ്പിൾ 13 Pro ആണെങ്കിലും 14 Pro ആണെങ്കിലും അതിനെല്ലാം ഞാൻ ആ സാധനം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 39 അതിനടുത്ത് വരും. പക്ഷേ 3 വർഷത്തേക്ക് നിങ്ങൾക്ക് കൂടുതലൊന്നും തലവേദന എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പം എൻ്റെ പോലത്തെ കുരുത്തമിട്ട പിള്ളേരെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാപ്പ് 2 കഷ്ണമായിട്ട് ഊരിയെടുക്കും. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് യു ടേക്ക് ഇറ്റ്. അപ്പം ഇതിപ്പോൾ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ ഒരു പേജ് ആണ്. ശരി, ഇനീഷ്യൽ സെറ്റപ്പിലാണ് ഈ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റും. അത് സ്കിപ്പ് ചെയ്യണോ? ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഐഫോണിൽ നിന്നല്ല, അല്ല വേറെ ലാപ്ടോപ്പ് വേറെ ഒന്നുമില്ല. സോ യു ക്യാൻ പ്രൊസീഡ് ഓൺ. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമേ ട്രാൻസ്ഫർ പറ്റുള്ളൂ. വേറെ ലാപ്ടോപ്സ് നമ്മൾ യൂസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറയാമോ ജസ്റ്റ് ഒന്ന്? ഇതിന്റെ സ്പെസിഫിക്കേഷൻ 16 ഇഞ്ച് മാക്ബുക്ക് പ്രോ. ഓക്കെ, ചിപ്സെറ്റ് വരുന്നത് 16 ഇഞ്ചാണ് ഡിസ്പ്ലേ. ഡിസ്പ്ലേ സൈസ് 16 ഇഞ്ച്. ഓക്കെ, M3 Max ആണ് ചിപ്സെറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ, ഏറ്റവും ഹൈയസ്റ്റ് നിലവിലുള്ള. അതെ. ഓക്കെ, അതിന്റെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 16 കോർ CPU, 16 കോർ. ഓക്കെ, 40 കോർ GPU. 40 കോർ GPU എന്ന് പറയുന്ന സംഭവം ഗ്രാഫിക്സ് റിലേറ്റഡ്, 40 ഹയർ ഗ്രാഫിക്സ്. നമ്മൾ എയറിലൊക്കെ വരുമ്പോഴത്തേക്ക് അത് എയറിലൊക്കെ വരുന്നത് 8 കോർ ആണ്. 8 കോർ ആണ്. ഇത് 40 ആണ്. അപ്പൊ എന്റെ വീഡിയോസ് ചിലപ്പോൾ ഇനി അടുത്ത് പറക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ അടുത്ത പിന്നുള്ളത് 48 GB റാം. 48 GB റാം. മാക് വണ്ണിനൊക്കെ അറൗണ്ട് 8 GB കണ്ടൊക്കെയല്ലോ. അല്ലല്ല, 8 GB വരുന്നത്. 8 GB മാക് വണ്ണിന് വരുന്നത്. മാക്ബുക്ക് എയറിനായിക്കോട്ടെ, ഈവൻ M3യുടെ തന്നെ ബേസിക് ആയിട്ട് വരുന്ന മാക്ബുക്ക് പ്രോ ഉണ്ട്, അതിനും 8 GB റാം. 8 GB ആണ് വരുന്നത്. ഇതിന് വരുന്നത് 48 GB. അപ്പൊ പറക്കാൻ തുടങ്ങാൻ പോവാണ്. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റോറേജ് 1 TB SSD ആണ് വരുന്നത്. 1 TB വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം 1 TB എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് വരുന്ന എല്ലാ മാക്ബുക്കിന്റെയും ശരി സ്റ്റോറേജ് 256 ആണ്. ശരി, അപ്പൊ ഇനി ഒരേ ഒരു ഡൗട്ടും കൂടി. അപ്പൊ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ ഇന്നലെ പർച്ചേസ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നെസിൻ്റെ കോള് വന്നത്. ആൻഡ് യു ഹാവ് ബീൻ ഗിവിംഗ് മീ ഗുഡ് സർവീസസ് ഫോർ സം ടൈം. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഡയറക്റ്റ്ലി വന്നത്. സോ അപ്പം ഇങ്ങനെ ഡയറക്റ്റ് വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി ഉണ്ടാവുമല്ലോ? നമുക്ക് സ്പെഷ്യൽ ഓൾറെഡി നമ്മൾ ഡിസ്കൗണ്ട് റൺ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ സൈഡിൽ മാക്സിമം എത്രയെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതൊന്ന് ഫാസ്റ്റ് ആക്കിയാൽ പിന്നെ ആപ്പിൾ ഐ ഡി ഒന്ന് ചായ കുടിക്കാൻ ആപ്പിൾ ഐ ഡി ഒന്ന് സൈൻ ചെയ്യണമല്ലോ. ആപ്പിൾ ഐ ഡി സൈൻ ചെയ്യണം. ഫോൺ നമ്പർ, ഇമെയിൽ ഓർ ഫോൺ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും തുടരുകയാണ്. ലോഗിൻ ചെയ്തു, അതിൻ്റെ ഇടയിൽ ആപ്പിൾ ഐ ഡി മറന്നുപോയി. പിന്നെ ഐഫോൺ വെച്ചിട്ട് വീണ്ടും അനസിൻ്റെ സഹായത്തോടെ വീണ്ടും അവനെ റിക്കവർ അല്ല, പുതിയത് കൊടുത്തു. എന്നിട്ട് ആ ഡീറ്റെയിൽസ് ഇൻപുട്ട് ചെയ്തു. അപ്പോൾ ഒരു വെരിഫിക്കേഷൻ്റെ ഒരു ഇത് വരും. വെരിഫൈഡ് ആക്കി. ഇനി ഈ സംഭവം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. iCloud ലോഗിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഫിംഗർ പ്രിൻറ്റ് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ അല്ലേ? ഫിംഗർ പ്രിൻറ്റ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 4 ഫിംഗർ വരെ ഇതിലേക്ക് ആഡ് ചെയ്യാം അല്ലേ നമുക്ക്? ഓക്കെ ഓക്കെ കംപ്ലീറ്റ് ആയി. കണ്ടിന്യൂ. നല്ല ധൈര്യത്തോടെയും നല്ല ശക്തിയോടെയും നമ്മുടെ സാധനം റെഡിയാക്കി അങ്ങ് തന്നിട്ടുണ്ട്. ഏകദേശം സെറ്റപ്പ് എല്ലാം തീർന്നു. ഇതിന്റെ ഡിസ്പ്ലേക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എന്തോ ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാനാണോ? ഇപ്പോൾ ഉള്ള മാഗ്നിക് സീരീസിലെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിലിപ്പം നമുക്ക് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടത് ടോപ്പിൽ ഇതിന്റെ കൺട്രോൾ സെന്റർ വരുന്നുണ്ട്. ഓക്കെ. സോ ബേസിക് ആയിട്ട് വരുന്ന വൈഫൈ, ബ്ലൂടൂത്ത്, എയർ ഡ്രോപ്പ് ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ ഫോണിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അത് ഒരു മെത്തേഡ്. എടുത്തതിന്റെ ഉദ്ദേശം തന്നെ ഇതാണ്, വീഡിയോ ഇതിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്യുക ഈസി ആയിട്ട്. വിൻഡോസിലേക്ക് ഞാൻ തലകുത്തി മറിഞ്ഞെല്ലാം നോക്കി, ഒരു രക്ഷയില്ല. അതുകൊണ്ട് മാത്രമാണ് ആപ്പിളും വിൻഡോസും നമ്മൾ ഇടിയല്ലേ മൈക്രോസോഫ്റ്റ് തമ്മിൽ. സോ അപ്പം അതുകൊണ്ട് മാത്രമാണ് ഈ 4-4.5 ലക്ഷം രൂപയുടെ സാധനം പോയി എടുത്തിരിക്കുന്നത്. അപ്പം ഇനി അടുത്തതിൽ വരുന്നത് അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഡയറക്റ്റ് സെറ്റിംഗ്സിലോട്ട് പോകണ്ട, ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ നിന്ന് ടോപ്പിൽ നിന്ന് കൺട്രോൾ ചെയ്യും. പിന്നെ ലോഞ്ച് പാഡ് വരുന്നുണ്ട് താഴെ ഈ ഒരു ഡോക്ക് സെക്ഷനിൽ. അതിന്റെ അകത്ത് ഫുൾ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നിന്ന് ഡയറക്റ്റ് ഇതിൽ വേറൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഐഫോണിൽ യൂസ് ചെയ്യുന്നത് iOS-ഉം മാക്കിൽ യൂസ് ചെയ്യുന്നത് macOS ആണ്. സെയിം സോഫ്റ്റ്വെയർസ് മാക്കിൽ ഉണ്ടാവത്തില്ല. മാക്കിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്ന സോഫ്റ്റ്വെയർസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിന് ആപ്പ് സ്റ്റോർ ഉണ്ട്, മാക്കിൽ ആപ്പ് സ്റ്റോർ ഉണ്ട്, ഫോണിൽ ആപ്പ് സ്റ്റോർ ഇതിലും കിട്ടും. ഇതിന് നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത് ലൈസൻസ് ഇതിലേക്കും ക്യാരി ഫോർവേഡ് ചെയ്തോളും. നമുക്ക് ഒരേ സബ്സ്ക്രിപ്ഷൻ ഉള്ള IDs ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലോട്ട് ക്യാരി ഫോർവേഡ്. പിന്നെ ബേസിക് ആയിട്ട് ഇപ്പോൾ മാക്കിലോട്ട് വരുന്ന ഒരു ഫസ്റ്റ് കസ്റ്റമർ എന്നുള്ള രീതിയിൽ വിൻഡോസ് ഒക്കെ യൂസ് ചെയ്തേക്കുന്നവർക്കുള്ള ഒരു മെയിൻ ഡൗട്ടാണ് മറ്റേ മൈ കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെ ഇതിൽ വരുന്നതെന്ന്. ഇതിൽ ഫൈൻഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണുള്ളത്. അതിലാണ് കൂടുതൽ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് മറ്റേ ക്ലൗഡിൽ നിന്ന് വന്നേക്കുന്നത്. ഇതിലാണ് ഡൗൺലോഡ്സ്, ഡെസ്ക്ടോപ്പ്, റീസെന്റ് ടാബ്സ് ഒക്കെ കയറി വരുന്നത്. അപ്പോൾ ഇതും എടുത്തിട്ട് ലുലുവിൽ നിന്ന് അടുത്ത് പിള്ളേർ കളിക്കാൻ പോയിട്ടുണ്ട്, അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇന്ന് കുത്തിയിരുന്ന് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അനസിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ലുലുവിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഇമാജിൻ സ്റ്റോഴ്സിലേക്ക് വരിക, നേരെ അനസായിട്ട് കാര്യങ്ങൾ ചോദിക്കുക. ഹി വുഡ് ബി ഗിവിങ് എ വെരി ഗുഡ് ഡിസ്കൗണ്ട്. അപ്പം പോകല്ലേ അനസെ, എത്രയാണാവോ വന്നിരിക്കുന്ന ലാസ്റ്റത്തെ ബില്ല് നോക്കട്ടെ. 4,09,808. ശരിക്കുള്ള വാല്യൂ എത്ര വരുമായിരുന്നു? ഡിസ്കൗണ്ട് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അല്ല, നിയർ 4.5. അതാണ് അനസിനെ നേരിട്ട് കണ്ടാലുള്ള ഗുണങ്ങൾ. ഓക്കെ, പിന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണ്ടേ? പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളുടെ ചാനലിലേക്ക് നിങ്ങൾക്കായി നല്ല അടിപൊളി ക്വാളിറ്റി റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുവാൻ ശ്രമിക്കുന്ന എനിക്ക് ഒരു കുഞ്ഞ് ലൈക്കും ഒരു അടിപൊളി തകർപ്പൻ സ്മൈലിയും കൂടി തന്നാൽ നന്നായിരിക്കും. ഐ ആം യൂട്ടിലൈസിങ് Apple iPhone 13 and 14 Pro for editing and video shoots. I am also using DJI wireless mics for top quality audio recordings. Again, currently using Canva and InShot for better video editing and thumbnail and other related stuff with the videos. So I am just giving out the links on the description wherein you can check out and purchase all these hardwares and softwares. You enjoy and a great day.